ഓണം വന്നപ്പോൾ കോഴിക്കോട്ടെ പാളയം പരിസരത്ത് ഒരു പൂക്കാലം തന്നെ വന്ന പ്രതീതിയാണ് ഉള്ളത്. പാളയം ജംഗ്ഷൻ തൊട്ട് തളിക്ഷേത്രം വരെ നിരവധി ഫ്ലവർ സ്റ്റാളുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകും. അത്രയ്ക്ക് സുലഭമായാണ് വിവിധ ഇനത്തിലുള്ള, വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ ഇവിടെ വിൽപ്പനക്കായി വച്ചിരിക്കുന്നത്. പാളയം ബസ് സ്റ്റാൻഡിനകത്ത് പൂക്കളുടെ കമനീയമായ ശേഖരം നമുക്ക് കാണാൻ സാധിക്കും. കൊട്ടക്കണക്കിന് പൂക്കളുകളാണ് ഇവിടെ നിരനിരയായി അണിനിരത്തി വച്ചിരിക്കുന്നത്. ഇവിടെ ഹോൾസെയിലായും റീറ്റെയിലായും വിൽപ്പന നടക്കുന്നുണ്ട്. കൂടാതെ അസോർട്ടഡ് ആയിട്ടുള്ള പൂക്കളുകൾ കിറ്റുകളിലാക്കി വേറെ രീതിയിലും വിൽക്കപ്പെടുന്നുണ്ട്. രൂ. 50 തൊട്ട് രൂപ വരെ വിലമതിക്കുന്ന വിവിധ ഇനത്തിൽപ്പെട്ടിട്ടുള്ള വിവിധ വർണ്ണത്തിലുള്ള പൂക്കളുടെ അതികമനീയമായ ശേഖരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിവിധ വർണ്ണത്തിലുള്ള റോസാപ്പൂക്കളുടെ ശേഖരമാണ് ഇത്തവണത്തെ ഓണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. തമിഴ്നാട്ടിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്തിട്ടുള്ള വിവിധ ഇനത്തിൽപ്പെട്ടുള്ള പൂക്കളുകളാണ് ഇവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ പൂക്കൾ വാങ്ങാനായി എത്തുന്നത് കോഴിക്കോട്ടുകാർ മാത്രമല്ല, മലപ്പുറത്തുള്ളവരും വയനാട്ടുകാരും കണ്ണൂരുകാരും ഒക്കെ ഇവിടെ വന്ന് ഹോൾസെയിലായും മറ്റും പൂക്കളുകൾ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇവിടെ പൂക്കളുടെ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ അത്തം ദിനത്തിൽ 10 ദിവസവും പൂക്കളമൊരുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പൂക്കളുകളും ഈ പാളയം മാർക്കറ്റിനോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ ഓണത്തിന് ആവശ്യമായിട്ടുള്ള ഏത് വിധത്തിലുള്ള പൂക്കൾ വേണമെങ്കിലും ഈ പാളയം മാർക്കറ്റിലേക്ക് വന്നാൽ മതി. കൊട്ടക്കണക്കിന് പൂക്കളുകൾ ഹോൾസെയിലായും റീറ്റെയിലായും വാങ്ങി നിങ്ങൾക്ക് തിരിച്ചു പോകാം. അപ്പോൾ കോഴിക്കോട്ടുകാർക്ക് പാളയം മാർക്കറ്റിലെ പൂക്കളില്ലാതെ എന്ത് ഓണം അല്ലേ?